ഹായ് നമസ്കാരം. സ്വദേശ് മെഗാ ക്വിസ്, അറിവുത്സവം തുടങ്ങിയ എല്ലാ ക്വിസ് മത്സരങ്ങളിലും ചോദിക്കാനിടയുള്ള ആനുകാലിക സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ആദ്യാവസാനം കാണുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2026-2029 കാലയളവിലേക്കുള്ള BWF അത്ലറ്റ് കമ്മീഷൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? നമ്മുടെ ബാഡ്മിൻ്റൺ താരമായ PV സിന്ധുവാണ് BWF അത്ലറ്റ് കമ്മീഷൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകാല സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ചത് ആർക്കാണ്? ശുഭാൻഷു ശുക്ലയ്ക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകാല സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ചത്. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. നാലാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ ഏതാണ്? വൈബ് ഫോർ വെൽനസ് എന്നാണ് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ്റെ പേര്. അഞ്ചാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസി ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ഏതാണ്? ബൾഗേറിയയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസി ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം. അടുത്ത ചോദ്യം, സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കനൽ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, രാത്രിയിൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി എന്താണ്? നിഴൽ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, 2026 ജനുവരിയിൽ അമേരിക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ശീതക്കാറ്റ് ഏതാണ്? എസ്ര എന്നാണ് 2026 ജനുവരിയിൽ അമേരിക്കയിൽ നാശനഷ്ടം വിതച്ച കാറ്റിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തെ മറികടന്നാണ് അരി ഉൽപ്പാദനത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ ഒന്നാമതെത്തിയത്? ചൈനയായിരുന്നു ആഗോളതലത്തിൽ അരി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ 2026 ചൈനയെ മറികടന്ന് ഇന്ത്യ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അടുത്ത ചോദ്യം, കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചിൻ്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? ശ്രീകുമാർ ജി പിള്ളയാണ് കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചിൻ്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭയായി 2026 തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭ ഏതാണ്? കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം നഗരസഭയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനം ഏതാണ്? ഉലുവയിലയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനം. അടുത്ത ചോദ്യം, 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ അരുന്ധതി റോയ്ക്കാണ് 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഫൈൻഡിങ് മൈ വേ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പ്രശസ്ത പാകിസ്ഥാനി സാമൂഹ്യ പ്രവർത്തകയായ മലാല യൂസഫ്സായിയാണ് ഫൈൻഡിങ് മൈ വേ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡറായി നിയമിതനായത് ആരാണ്? നടൻ മോഹൻലാലാണ് KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡറായി നിയമിതനായത്. അടുത്ത ചോദ്യം, 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആര്? തിരുവിഴ ജയശങ്കർ ആണ് 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത്.
അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ കടലാസ് രഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി ഏതാണ്? കൽപ്പറ്റ കോടതിയാണ് രാജ്യത്തെ ആദ്യ കടലാസ് രഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി എവിടെയാണ്? ആറളം സാങ്ച്വറിയാണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി. അടുത്ത ചോദ്യം, ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് 2026 ലഭിച്ചത് ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്കാണ് ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് 2026 ലഭിച്ചത്. അടുത്ത ചോദ്യം, അരുന്ധതി റോയിയുടെ ആത്മകഥ ഏതാണ്? മദർ മേരി കംസ് ടു മീ എന്നതാണ് അരുന്ധതി റോയിയുടെ ആത്മകഥ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2026 പുരസ്കാരത്തിന് അർഹമായത് അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന ആത്മകഥയാണ്. ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാനിടയുള്ള ആനുകാലിക പ്രാധാന്യമുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗവുമായി ഉടനെ എത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇത് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്